ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അലിൻ ജയൻ. ഞാൻ കഴിഞ്ഞ ദിവസം മർക്കസ് ഇഹ്റാമിൻ്റെ വേണമായ എന്ന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 4 days സ്റ്റേ വരുന്ന ഒരു ക്യാമ്പായിരുന്നു. വയനാട്ടിൽ വെച്ചിട്ടായിരുന്നു ക്യാമ്പ്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് പാരൻസൊക്കെ പോയി സാറ് ഇൻസ്ട്രക്ഷനൊക്കെ തന്നു. എന്നിട്ട് നമ്മൾ ബസ്സിൽ കയറി നമ്മൾ അറിയുന്ന പാട്ടുകളൊക്കെ പാടി. സാബിത്തക്കാക്കൊക്കെ നല്ല പാട്ടുകൾ പാടി. അങ്ങനെ നമ്മൾ ഉടുങ്ങാട് മക്കാവ് വിസിറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് വിസിറ്റ് ചെയ്ത് നിസ്കരിച്ചു. എന്നിട്ട് നമ്മൾ റിസോർട്ടിലെത്തി. റിസോർട്ടിൽ ക്ലേ ക്ലബ് ആയിരുന്നു പറഞ്ഞ് വയനാട് കൊയിലേരി പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ അടുത്താണ് റിസോർട്ട് വരുന്നത്. ഫാം സ്റ്റേ റിസോർട്ടാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഇറങ്ങി നമ്മൾ ലഗേജൊക്കെ എടുത്തു. ലഗേജ് എടുത്ത് നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നടന്ന് ഒരു വലിയ ഹാള് കാണിച്ചു തന്നു. അവിടെ നമ്മൾ ലഗേജ് വെച്ച് ബാക്കി ചായ കുടിച്ചു. 7-8 മണിയാകുമ്പോൾ ഏഴത്തേക്കാണ് നമ്മൾ എത്തിയത്. അപ്പോൾ നമ്മളവിടെ എത്തി ലഗേജൊക്കെ അവിടെ വെച്ചു. നല്ലൊരു റിസോർട്ടാണ്. രാത്രി ഒന്ന് നല്ല ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വൈബന്നാണ് റിസോർട്ടിൽ. എല്ലാവരും ഒന്ന് പോയി നോക്കണം വയനാട്ടിൽ. പിന്നെ നമ്മൾ ഉറങ്ങി രാവിലെ എണീച്ചു. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് നിസ്കരിച്ച് യാസീൻ ഓതി. നിസ്കരിച്ചതിന് ശേഷം രാവിലെ തന്നെ യാസീൻ ഓതാൻ നല്ലൊരു ഫ്രഷ് എയർ ഇതൊക്കെ വന്നിട്ട് നന്നായിരുന്നു. നമ്മൾ പിന്നാൽക്കാർക്കായിരുന്നു ഓതി തന്നത്. നല്ല കിറാത്താണ്. പിന്നെ നമ്മൾ ചായ കുടിച്ചു. എന്നിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ ഡ്രസ്സ് മാറ്റാനൊക്കെ പറഞ്ഞു. നമ്മളൊക്കെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. എക്സസൈസിന് മെൻറ്റേഴ്സൊക്കെ എക്സസൈസ് പറഞ്ഞു തന്നു. നമ്മളെ മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. മെൻറ്റേഴ്സ് എക്സസൈസ് ഉള്ള എക്സസൈസ് 1, 2, 3, 4 അങ്ങനെ എക്സസൈസ് പറഞ്ഞു തന്നു. എക്സസൈസൊക്കെ പറഞ്ഞ് നമ്മൾ എക്സസൈസ് രാവിലെ തന്നെ ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ കളിക്കാനാണ് ഇറങ്ങിയത്. നമ്മൾ കുറച്ച് നേരം ഉള്ളിലൊക്കെ ആടി. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ടൈമിന് നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വന്നിട്ട് വരാൻ നോക്കുക. നല്ല ഇതായിരുന്നു. നമ്മൾ ഏകദേശം UP-കാരെന്നെ 70+ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും സ്വിമ്മിംഗ് പൂളിലായിരുന്നു. നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എന്നിട്ട് പിന്നെ സെക്ഷൻസൊക്കെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു. നമുക്ക് UP-കാർക്ക് ഫസ്റ്റ് ഇതായിരുന്നുള്ളത് ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നുള്ളത്. ഇംഗ്ലീഷ് ക്ലാസ് നല്ലൊരു ക്ലാസ്സായിരുന്നു. സിനാൻ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ്സായിരുന്നു. പിന്നെ നമുക്ക് ക്ലേ മേക്കിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. ക്ലേ മേക്കിംഗ് അപ്പുവേട്ടൻ ഉണ്ടാക്കിയ ക്ലേ മേക്കിംഗ് ആയിരുന്നു. അതായത് എങ്ങനെയാണ് കളിമണ്ണൊക്കെ യൂസ് ചെയ്തിട്ട് പോട്ടുകൾ ഉണ്ടാക്കുക, അത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കല്ലേ, അതെങ്ങനെ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കുക, അതൊക്കെ നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് നമ്മൾ UP സ്റ്റുഡൻസ് തന്നെ കുറച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ UP സ്റ്റുഡൻസ് അതുപോലെ അതുപോലെ ചെയ്തൊക്കെ നോക്കി നമ്മൾ ഇതൊക്കെ ചെയ്ത് പഠിച്ചു. അപ്പോൾ അപ്പോട്ടെല്ലാം സ്റ്റോറീസൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ മെൻറ്റേഴ്സും ചെയ്ത് നോക്കി. മെൻറ്റേഴ്സിലും ചെയ്ത് നോക്കി. UP സ്റ്റുഡൻസ് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ കളിമണ്ണിലിങ്ങനെ പോട്ടുണ്ടാക്കുക, ചെടിച്ചട്ടി ഉണ്ടാക്കുക, അവരതൊക്കെ പറഞ്ഞു തന്നു അപ്പോട്ടായിട്ട്. അപ്പോൾ അപ്പോട്ടിന് വലിയ താങ്ക്സ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനൊക്കെ എല്ലാവരും കൂടി ചെയ്ത് നോക്കി. നമ്മുടെ UP സ്റ്റുഡൻസ് എല്ലാവരും കൂടി. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് കളിച്ചു. കളിയാണുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും കളിച്ചു. ഇവിടെ കുറേ കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. കുട്ടികൾക്കാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. കുറേ ഊനലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ചെങ്ങാടത്തിൽ കയറി. ചെങ്ങാടം ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ അറ്റം വരെ കൊയിലേറി പാലത്തിൻ്റെ വെള്ളത്തിൽ കൂടെയായിരുന്നു നമ്മൾ പോയത്. നമ്മളെ മെൻറ്റേഴ്സൊക്കെ നമുക്ക് തന്നെ നീക്കി തന്നു. അവിടെയുള്ള ആൾക്കാർ നമുക്ക് തന്നെ തന്നു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ഇതായിരുന്നു ഞാൻ പോയ ചെങ്ങാളം. പിന്നെ നമ്മൾ കുറച്ച് കളിച്ചു. ഇതൊരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന തരത്തിലുള്ളൊരു ബ്രിഡ്ജാണ്. പിന്നെ സെക്ഷൻസൊക്കെ ആരംഭിച്ചു. നമ്മൾ വീണ്ടും തുടങ്ങി. ഇത് ഗെയിമായിരുന്നു. ഇത് എക്സസൈസായിരുന്നു. അപ്പോൾ അത് വീണ്ടും തുടങ്ങി. ഇത് നമ്മളെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനുള്ള ഒരു സെക്ഷനായിരുന്നു. ഇത് UP-കാർക്കായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു. പിന്നെ റിയാസ് സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. റിയാസ് സാറിൻ്റെ ഒരു ക്ലാസ്സായിരുന്നു. പിന്നെന്താ പറയുക, പിന്നെ ഫെയർവെൽ അന്ന് അലി സാറിൻ്റെ കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അലി സാറിൻ്റെ സ്പീച്ചും പിന്നെ നമ്മളെല്ലാവരും അതൊക്കെ കേട്ടിരുന്നു. നമ്മുടെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക, എല്ലാ കാര്യങ്ങളും നല്ല ഉഷാറായിട്ടായിരുന്നു അലി സാറും മെൻറ്റേഴ്സും ഒക്കെ മുന്നോട്ട് പോയത്. എന്തായാലും ഇതൊക്കെ ഒരു വട്ടെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ
വെറുതെ ആണ്, എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വെറുതെ ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അടുത്ത കൊല്ലം നിങ്ങൾ പങ്കെടുക്കുക. പിന്നെ നമ്മൾ മുൽക്ക് ഓതി, സൂറത്തുൽ മുൽക്ക് ഓതി, പിന്നെ ഉറങ്ങി രാവിലെ എണീച്ചു, സുബഹ് നിസ്കരിച്ചു. ഇത് നമ്മൾ പോകുന്ന അന്നാണ്. അന്ന് നമ്മൾ കുറച്ച് നേരം ഊഞ്ഞാലാടി. പിന്നെ എന്താ പറയുക, പിന്നെ അന്ന് രാത്രി ക്യാമ്പ് ഫയർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രി ക്യാമ്പ് ഫയർ നടത്തി നമ്മൾ ഇറങ്ങി. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. അടുത്ത കൊല്ലത്തിലേക്കുള്ള ബാച്ചിലെങ്കിലും ചേരുക. ഈ കൊല്ലത്തെ ബാച്ച് തീർന്നു, 5-6 ബാച്ച് ഉണ്ടാവും. ഫസ്റ്റ് ബാച്ച് ആയിരുന്നു നമുക്ക്. അപ്പോൾ വരാൻ കഴിയുന്നവരൊക്കെ വരിക. ഇത് മർക്കസ് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ വരാം. ഓക്കെ, താങ്ക്സ്.